എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ എനിക്കറിയാം. എന്നാൽ എന്നേക്കാൾ അധികം എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും എൻ്റെ ബലഹീനതകളും അറിയുന്ന എൻ്റെ ദൈവം ഉന്നതമായ ഈ പദവിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത് അവിടുത്തെ അതിരുകളില്ലാത്ത കാരുണ്യത്തിൻ്റെ അടയാളമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ ഏറ്റുപറയുകയാണ്. ത്രിത്വൈക ദൈവത്തിനും എന്നെ ഇതുവരെ പരിപാലിച്ചു പോന്ന പരിശുദ്ധ വിമലഗിരി മാതാവിനും വിശുദ്ധ യോസേപ്പ് പിതാവിനും ആരാധനയും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ദൈവപിതാവിൻ്റെ ഹിതമറിഞ്ഞ് എന്നെ ഈ ഉന്നത പദവിയിലേക്ക് പേരു ചൊല്ലി വിളിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അഭിവന്യ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ചിറയിലേക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വിളിയിൽ മുന്നോട്ടു പോകാൻ ഭയന്നു നിന്ന എനിക്ക് എൻ്റെ ശിരസിൽ കുരിശടയാളം വരച്ച് മുന്നോട്ടു പോകാൻ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും സാന്നിധ്യമായി എനിക്ക് ശക്തിയും ഊർജവും നൽകി പ്രാർത്ഥനകളാൽ ഈ ദിവസം എന്നെ ശക്തിപ്പെടുത്തിയത്, ഒപ്പം ഈ ദിനത്തിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകിയ നമ്മുടെ അഭിവന്യ പിതാവ് സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരിൽ പിതാവിന് പ്രാർത്ഥനകളോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നേ ദിനം ഇവിടെ ആയിരിക്കുന്ന രൂപത ചാൻസലർ അഭിവന്യ മോൺസിഞ്ഞോർ ജോസ് നവസ്, രൂപത ആലോചന സമിതി അംഗങ്ങൾ, മോൺസിഞ്ഞോർ ഹെൻറി കൊച്ചുപറമ്പിൽ, ഈ കത്തീഡ്രലിൻ്റെ റെക്ടറും നാഗമ്പടം സെന്റ് ആന്നീസ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ റെക്ടറുമായിരിക്കുന്ന അഭിവന്യ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, നമ്മുടെ രൂപതയിലെ ഫൊറോന വികാരിയച്ചന്മാർ, നമ്മുടെ എല്ലാ വല്യച്ചന്മാരും, കൂരിയായിലെയും വിവിധ ഇടവകളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹോദര വൈദികർക്കും, രൂപതയുടെ പ്രൊക്കുറേറ്റർ സ്നേഹബഹുമാനം നിറഞ്ഞ ഹിലരിയച്ചനും, വിവിധ സന്യാസ ഭവനങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന പ്രൊഫഷണൽ സുപ്പീരിയേഴ്സ്, സുപ്പീരിയർമാർ, സിസ്റ്റേഴ്സ്, രൂപത പാസ്റ്ററൽ സമിതി അംഗങ്ങൾ, രൂപതയുടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന ഭാരവാഹികൾ, നമ്മുടെ രൂപതയുടെ PRO അഡ്വക്കേറ്റ് ഹെൻറി ജോൺ, ഇന്നിവിടെ ആയിരിക്കുന്ന സ്നേഹബഹുമാനവും ആദരവും നിറഞ്ഞ മാധ്യമ പ്രവർത്തകർ, വിവിധ ഇടവകളിൽ നിന്നുമായിരിക്കുന്ന ഇടവക ജനങ്ങൾ, സെമിനാരി വിദ്യാർത്ഥികൾ, നവമാധ്യമത്തിലൂടെ എനിക്ക് വേണ്ടി ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമീപസ്ഥരും വിദൂരസ്ഥരുമായ എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുന്നു. അവസാനമായി ഒരു വാക്ക്,
എത്രമാത്രം ഉന്നതിയിലാണോ അത്രമാത്രം എളിമപ്പെടണമെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നു. എൻ്റെ ഈ ശുശ്രൂഷയിൽ അഭിവന്യ പിതാവിനോട് ചേർന്ന് രൂപതയെ ശുശ്രൂഷിക്കുവാൻ വേണ്ട എളിമയും ഒപ്പം വിശുദ്ധിയിൽ കൂടുതൽ വളരുവാൻ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും നന്ദി.